നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. വയനാട് വൈത്തിരിയിൽ ജനവാസ മേഖലയിൽ പുലിയെ കണ്ടത് വേങ്ങക്കോട് സുനിലിന്റെ വീട്ടിൽ പുലർച്ചെ 3 മണിക്ക്. സ്ഥലത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നു. SSLC ഹയർ സെക്കൻഡറി ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോർന്ന സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് വിദ്യാഭ്യാസ വകുപ്പ്. ചോദ്യപേപ്പർ എങ്ങനെ പുറത്തായി എന്നത് പരിശോധിക്കും. ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകർക്കോ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കോ യൂട്യൂബ് ചാനലുമായി ബന്ധമുണ്ടോ എന്നും പരിശോധിക്കും. ഇന്നലെ അറസ്റ്റിലായ തെലുങ്ക് സിനിമാ താരം അല്ലു അർജുൻ ജയിൽ മോചിതനായി. അറസ്റ്റ് ചെയ്തത് പുഷ്പ 2 റിലീസിനിടെ തിരക്കിൽപ്പെട്ട് യുവതി മരിച്ചതിനു പിന്നാലെ. കർഷകരുടെ ദില്ലി ചലോ മാർച്ച് തടയാൻ വൻ സന്നാഹങ്ങളുമായി ഹരിയാന പോലീസ്. അംബാലയിൽ അടുത്ത ചൊവ്വാഴ്ച വരെ ഇന്റർനെറ്റ് നിരോധിച്ചു. ജനുവരിയിൽ അധികാരമേറ്റാലുടൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് അമേരിക്ക സാക്ഷ്യം വഹിക്കുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ ഈ തീരുമാനം 18,000 ഇന്ത്യക്കാരെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ട്. ജനുവരി 20-നായിരിക്കും ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേൽക്കുക. 2019 പ്രളയം മുതൽ വയനാട് ദുരന്തം വരെയുള്ള ദുരന്തമുഖത്തെ എയർലിഫ്റ്റിംഗ് രക്ഷാദൌത്യത്തിന് ചെലവായ തുക ഒഴിവാക്കി തരണമെന്ന് കേരളം കേന്ദ്രത്തോട് വീണ്ടും ആവശ്യപ്പെടും. തുക അടിയന്തരമായി തിരിച്ചടക്കണമെന്ന് കാണിച്ച് കേന്ദ്രം കത്ത് നൽകിയ നടപടി കേരളത്തോടുള്ള കടുത്ത വിവേചനമാണെന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത്.